ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് സ്മാർട്ട് ഫോൺ ഗാഡ്ജറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ടെക് ന്യൂസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് വാട്സപ്പ് അവരുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം ഇത് എത്രയും പെട്ടെന്നൊന്നും വരില്ല, പക്ഷേ അവരിങ്ങനെ ടെസ്റ്റ് ചെയ്യാണ്. നമുക്ക് സാധാരണ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു 100 MB ഫയൽ മാത്രമായിരിക്കും നമ്മൾ വാട്സപ്പിലൂടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുക. പക്ഷേ വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റിലൂടെ അത് മാറ്റാൻ പോവുകയാണ്. നമുക്ക് മിനിമം അല്ലെങ്കിൽ മാക്സിമം നമുക്ക് 2 GB വരെ ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു അപ്ഡേറ്റ് വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ബീറ്റ വേർഷൻ യൂസ് ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മെയിനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അർജൻറ്റീനയിലാണ്. അപ്പം അവിടെ ഉള്ള ബീറ്റ യൂസേഴ്സിനൊക്കെ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ എന്തെങ്കിലും ഒരു പോരായ്മയോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഫുള്ളായിട്ടുള്ള ഒരു ലോഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഷവോമി അവരുടെ ഏറ്റവും പുതിയൊരു ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് MI Mix Fold 2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രൈസ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല, അതുപോലെ തന്നെ ലോഞ്ചിങ് ഡേറ്റോ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. ബട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് Qualcomm Snapdragon 888 ആയിരിക്കും വരുന്നത്. നല്ലൊരു പവർഫുള്ളായുള്ള പ്രോസസ്സറാണ്. ഒരു കാര്യത്തിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലാത്ത ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രോസസ്സർ തന്നെയാണ്. അതുപോലെ നമുക്ക് LTPO ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോൾഡബിളിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 MP ഒരു ക്യാമറ ആയിരിക്കും. അതുപോലെ നമ്മുടെ ബാക്ക് ക്യാമറ മെയിൻ ക്യാമറ വരുന്നത് 108 MP ഒരു മെയിൻ ക്യാമറ ആയിരിക്കും വരുന്നത്. അതുപോലെ 8 MP ക്യാമറ വരുന്നുണ്ട്, പിന്നെ 30 MP ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 5020 mAh ഒരു ബാറ്ററിയും വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഈ ഫോൾഡബിളിൽ അതിൻ്റെ ചിപ്സെറ്റ് മാറാൻ ചാൻസ് ഉണ്ടെന്ന് റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഷവോമിയുടെ ഒരു ലോഞ്ച് ഇവൻറ്റ് ഇന്ന് നമുക്കുണ്ട്. രാത്രി 12 മണി ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പം Redmi Note 11 Proനെ കുറിച്ചായിരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. ജസ്റ്റ് ഒരു റൂമർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നായിരിക്കും ആ ഒരു ലോഞ്ച് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ OnePlusൻ്റെ സൈഡിൽ നിന്നാണ്. അത് അവരുടെ ഒരു ഇയർബഡ്സ് പ്രോ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 9990 രൂപയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഇയർബഡ്സിന് ഓഡിയോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് OnePlus പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോൾബി അറ്റ്മോസ്റ്റ് നമ്മുടെ ഒരു എയർപോർട്ടിനകത്ത് വരുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇയർ ഡോപ്സിനകത്ത് വരുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് OnePlus പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു എയർപോർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ആ ഗെയിമിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് OnePlus അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് നമുക്ക് 11mm ഒരു ഡൈനാമിക് ഡ്രൈവ് ആയിരിക്കും വരുന്നത്. അതുപോലെ റിച്ച് ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഈ ഒരു എയർപോർട്സിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് OnePlus തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പിന്നെ നമുക്കിനകത്ത് ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.2 ആണ്. അങ്ങനെ കുറച്ച് ഹൈ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയർബഡ്സ് ആയിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് OnePlusൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു പ്രൊഡക്റ്റ് എക്സ്പെക്ട് ചെയ്യാം. വിവോ അവരുടെ X Fold ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. April 11 ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ലോഞ്ച് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഒരു റെൻഡറും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ രീതിയിലൊക്കെ ആയിരിക്കും. അതിൻ്റെ ചെറിയൊരു ഡിസൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫുൾ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം April 11 ആയിരിക്കും അതിൻ്റെ ആ ഒരു ലോഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സാംസങ് അവരുടെ ഒരു പുതിയ സ്മാർട്ട് ഫോണും കൂടെ April 2 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് Galaxy M33 5G എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് 6.6 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേ എന്നാണ് ഈ റൂമറിൽ കേട്ടിരിക്കുന്നത്. പക്ഷേ സാംസങ് ആണ്. അപ്പോൾ നമുക്ക് AMOLED ഡിസ്പ്ലേ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാംസങ്ങിൻ്റെ മിക്ക ഫോണുകളിലും നമുക്ക് AMOLED ഡിസ്പ്ലേ കാണാൻ കഴിയും. അപ്പോൾ ഇനി ഈ ഒരു ഫോണിലായിട്ട് തന്നെ LCD ഡിസ്പ്ലേ വരില്ല. അത് ആ ഒരു റൂമറിൻ്റെ കുഴപ്പമായിരിക്കും. എന്നാലും ഈ ഒരു ഡിസ്പ്ലേ ഞാൻ പ്രതീക്ഷിക്കുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാംസങ്ങിൻ്റെ ചിപ്സെറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു മോഡൽ വരുന്നത്. Exynos 1280 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് റാം വരുന്നത് 8 GB റാം എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ 128 GB ആയിരിക്കും സ്റ്റോറേജ് വരുന്നത്. അതുപോലെ 6000 mAh ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്കിനകത്ത്
25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. അതുപോലെ തന്നെ കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതായത് 50 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്, 5 MB സെക്കൻഡറി ക്യാമറ, തേർഡ് ക്യാമറ എന്ന് പറയുന്നത് 2 MB, ഫോർത്ത് ക്യാമറയും 2 MB ഒരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ഡെപ്ത് സെൻസറാണോ അതോ മാക്രോ ക്യാമറയാണോ എന്നുള്ളതൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കും വരുന്നത് എന്നുള്ളത് പ്രതീക്ഷിക്കാം. 8 MP ഒരു സെൽഫി ക്യാമറ ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സാംസങ് അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ആൻഡ്രോയിഡ് 12 ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ബേസ് മോഡൽ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. മറ്റ് സ്മാർട്ട് ഫോണുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത എല്ലാ സ്മാർട്ട് ഫോണുകളും ആൻഡ്രോയിഡ് 11 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അവരുടെ ഒരു പോരായ്മയാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പം സാംസങ് ആയാലും നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് 12 കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ റിയൽമി അവർ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മെയിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ നെയിം വരുന്നത് റിയൽമി GT Neon 3 എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്തേക്കാം. പിന്നെ അത് നമുക്ക് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Dimensity 8100 എന്ന് പറയുന്ന ഒരു മോഡലാണ് വരുന്നത്. അതുപോലെ നമുക്ക് 6GB RAM ആയിരിക്കും ഒരു ബേസ് മോഡൽ വേരിയൻറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് 128GB ആയിരിക്കും സ്റ്റോറേജും വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് 80 വാട്ട് അല്ലെങ്കിൽ 50 വാട്ട് ആയിരിക്കും ചാർജിങ് വരുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് ബാക്ക് സൈഡിൽ വരുന്ന ക്യാമറ എന്ന് പറയുന്നത് 50 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ചൊന്നും ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു GT Neon 3 കുറിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം മെയിലായിരിക്കും ഇതിൻ്റെ ഒരു ലോഞ്ച് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഭാവിയിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ജിയോ അവരുടെ ഒരു പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് റീചാർജിങ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 259 ആയിരിക്കും നമ്മുടെ പ്രൈസ് വരുന്നത്. ഇത് 1 month പാക്കേജാണ്. അതുപോലെ 1.5 GB ആയിരിക്കും ഡേറ്റ വരുന്നത്. അൺലിമിറ്റഡ് ആയിട്ടുള്ള കോളിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് മറ്റ് ഓഫറിലുള്ളത് എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു പാക്കേജ് തീരുന്നതിൽ മാത്രമുള്ള ചെറിയൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. 28-ാം തീയതി തീരുന്ന ആ പാക്കേജ് നമ്മൾ മാറി 30 അല്ലെങ്കിൽ 31-ാം തീയതി ആയിരിക്കും തീരുക, അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു പാക്കേജിന് പ്രത്യേകത. അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു മാസത്തിന് വേണ്ടി 259 രൂപ കൊടുത്ത് റീചാർജ് ചെയ്യുന്നു. പക്ഷേ ചെയ്യുന്നവരുണ്ടാകുമായിരിക്കും. അപ്പം ജിയോ അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നു, ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തേക്കെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം, അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ മറ്റ് വീഡിയോകളും ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം, വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.